അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ദൈവാസ്തിക്യത്തിന്റെ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം നാം പറയുകയുണ്ടായി. ഇനി മറ്റൊരു വ്യക്തി പറയുന്നു, ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു, എന്റെ കാര്യങ്ങളൊന്നും സഫലമാകുന്നില്ല, ഒന്നും നടക്കുന്നില്ല, ഉദ്ദേശങ്ങളൊന്നും പൂർത്തിയാകുന്നില്ല. കാരണം അന്വേഷിച്ചപ്പോൾ ആ വ്യക്തി പറയുന്നത്, ഞങ്ങളുടെ ദൈവം ഉറങ്ങുകയാണ് എന്നാണ്. ലോകത്ത് ഒരുപാട് ദൈവസങ്കല്പങ്ങളുണ്ട്. പല മതങ്ങൾക്കും പല ദൈവസങ്കല്പങ്ങളാണുള്ളത്. ഇത്തരത്തിൽ ദൈവസങ്കല്പങ്ങളിൽ ഉറങ്ങുന്നവയുമുണ്ട്, ഉറങ്ങാത്ത ദൈവവുമുണ്ട്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഒരാൾ ഉറങ്ങണമെങ്കിൽ അയാളുടെ ശരീരത്തിലെ പീരിയോഡിക് ഗ്ലാഡിൽ നിന്നും മെലാറ്റോണിക് എന്ന ഹോർമോൺ ബ്ലഡിൽ കലർന്നാൽ മാത്രമേ ഒരാൾക്ക് ഉറക്കം വരികയുള്ളൂ. പീരിയോഡിക് ഗ്ലാഡിൽ നിന്നും മെലാറ്റോണിക് എന്ന ഹോർമോണ് ബ്ലഡിൽ കലരണം, എങ്കിലേ ഒരു വ്യക്തിക്ക് ഉറക്കം വരികയുള്ളൂ. ഒരു വ്യക്തിക്ക് ക്ഷീണം വരുന്ന സമയത്താണ് ഇങ്ങനെ സംഭവിക്കുന്നതും ശരീരത്തിലെ ഓക്സിജന്റെ അളവ് കുറയുകയും അയാൾ ഉറങ്ങുകയും ചെയ്യുന്നത്. ഇത്തരത്തിൽ ഉള്ള ഒരു ഉറക്കം ദൈവത്തിന് അല്ലെങ്കിൽ സൃഷ്ടാവിനുണ്ടാകാൻ പാടില്ല. സൃഷ്ടാവിനുണ്ടാകുമ്പോൾ സൃഷ്ടിയും സൃഷ്ടാവും തമ്മിൽ വ്യത്യാസമില്ലാതെ വരും. മാത്രവുമല്ല, ഇങ്ങനെയൊരു ഉറക്കം സൃഷ്ടാവിനുണ്ടായിക്കഴിഞ്ഞാൽ സൃഷ്ടാവിന് ശരീരമുണ്ടെന്നും അതിൽ പീരിയോഡിക് ഗ്ലാഡും മെലാറ്റോണിക് ഹോർമോണും ഉണ്ടെന്നൊക്കെ പറയേണ്ടി വരും. അത് വാസ്തവ വിരുദ്ധമാണ്. കാരണം സൃഷ്ടാവിനെ നാം കണ്ടിട്ടില്ല. സൃഷ്ടാവായ ദൈവമെന്ന് വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ, പ്രപഞ്ച ശക്തിയെ നാം കണ്ടിട്ടില്ല. കാണാത്ത ഒരു വസ്തുവിനെ കുറിച്ച് അതിങ്ങനെയാണെന്ന് പറയാൻ, പ്രത്യേകിച്ച് പ്രപഞ്ചശക്തി ദൈവത്തിന്റെ വിഷയത്തിൽ നമുക്ക് സാധിക്കില്ല. അതുപോലെ നാം കഴിക്കുന്ന ആഹാരവും ശ്വസിക്കുന്ന ഓക്സിജനുമെല്ലാം നമ്മുടെ ശരീരത്തിലെ മൈറ്റോകോൺട്രിയ എന്ന ജനറേറ്ററിൽ ഒരു ഇലക്ട്രിക്കൽ എനർജിയായി പ്രവർത്തിക്കുന്നുണ്ട്, ഇലക്ട്രിക്കൽ എനർജിയായി സേവ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ ഒരു എനർജി ലഭിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ശരീരത്തിന് ചൂട് അനുഭവപ്പെടുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, പലപ്പോഴും ഭക്ഷണം കഴിയുന്ന സമയത്ത് അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് നമ്മുടെ ശരീരത്തിന് ചൂട് അനുഭവപ്പെടാറുള്ളത്. പല സമയങ്ങളിലും ആ ഒരു ശരീരം ഭക്ഷണത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന അവസരത്തിൽ ശരീരത്തിന് തണുപ്പാണ് അനുഭവപ്പെടാറുള്ളത്. ഇത്തരത്തിൽ ഈ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ശരീരത്തിന് ചൂട് അനുഭവപ്പെടുന്നത്. എന്നാൽ ഭക്ഷണവും ഓക്സിജനും മറ്റൊന്നും ആവശ്യമില്ലാത്ത നമ്മുടെ സൃഷ്ടാവിന് ഇലക്ട്രിക്കൽ എനർജി സേവ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അപ്പോൾ ഉറങ്ങുന്ന ദൈവങ്ങൾ കേവലം സാങ്കല്പിക ദൈവങ്ങൾ മാത്രമാണ്. യഥാർത്ഥ ദൈവം ഒന്നേയുള്ളൂ. ഉറങ്ങുന്ന ദൈവങ്ങൾ കേവലം സാങ്കല്പികമാണ്. അവയിൽ നിന്ന് നമുക്ക് നമ്മുടെ പ്രാർത്ഥനകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുകയില്ല എന്ന് നാം മനസ്സിലാക്കണം. വളരെ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് പറയുന്ന ഒരു ഗണത്തിലാണ് ഇത് പെടുന്നത്. അപ്പോൾ ഉറങ്ങാത്ത ദൈവം അത് ഒരൊറ്റ ദൈവമേ ഉള്ളൂ. യഥാർത്ഥ ദൈവം ഒന്നേ ഉള്ളൂ. അവന് ക്ഷീണവും ഉറക്കവുമില്ല. അതുകൊണ്ടാണ് സൂറത്തുൽ ബഖറയിലെ 255 ആയത്ത്, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 255 ആയത്തിൽ പറയുന്നത്, ലാ തഖുദുഹു സിനത്തുൻ വലാ നൗം, ലാ തഖുദുഹു സിനത്തുൻ വലാ നൗം. അവന് ഉറക്കമോ തൂങ്ങിയുറക്കമോ അനുഭവപ്പെടില്ല, ഉണ്ടാവുകയില്ല. അവനാണ് യഥാർത്ഥ ഇലാഹ്, അവനാണ് ശക്തി, യഥാർത്ഥ ശക്തി. ആ ഒരു ശക്തി കേന്ദ്രീകരിച്ചായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ, മുഖ്യമായും എല്ലാ പ്രവർത്തനങ്ങളും ആ ഒരു ശക്തി കേന്ദ്രീകരിച്ചായിരിക്കണം ഉണ്ടാകേണ്ടത് എന്ന് നാം മനസ്സിലാക്കുക. തീരുന്നില്ല ദൈവാസ്തിക്യം ഒരു വിശകലനം. വീണ്ടും കാണാം.